എന്റെ പൊന്നു പോതട്ട ഇവിടുന്ന് ബ്രില്യൻസ് അടിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ. എല്ലാരും ഉണ്ടല്ലോ, എടുത്തോളൂ വീഡിയോ എടുത്തോളൂ. ആ ലൈവ് അതൊന്നും പറയല്ലേ. നീ അല്ല ഞാൻ സാർ എവിടെ വേഗം വാ, ഇതിലോട്ടൊന്ന് കയറിക്കേ. കൈ കൈ കൈ. ആ റെഡി 1 2 3 തുടങ്ങി. മഹാത്മാവ് എനിക്കൊരു വികാരമാണ്. എന്ത് അടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. രഘുപതി രാഘവ രാജാറാം, പിന്നെ പതീത പാവൻ സീതാറാം. ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുകയാണ്. നിങ്ങളും സ്മരിക്കണം. നമ്മൾ ഭരണത്തിൽ വന്നിട്ട് വേണം ഈ നോട്ടൊന്ന് തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ്. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചേട്ടന്മാരെ ഒന്ന് മാറി. ആശാനും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. TV ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തിൽ ഇവന്മാർ ഒറ്റ ഗ്രൂപ്പാ. എന്തുവാടേ ഇത്? 8 കളി ഛർദിച്ച പോലെ ആക്കിയല്ലേ എന്നെ. പൊട്ടിക്കല് വാടക എടുത്താൽ ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു. കുറച്ചുകൂടി കവറേജ് ഉള്ളി കിട്ടിയാനെ. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശശിചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ശശിചേട്ടാ വാന്നേ. വരും. അച്ഛൻ തെങ്ങേ കയറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി. പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ. എന്നെ പോലൊരാളെ വിളിച്ച് ആദരിച്ച. പോട്ടെ. ഉണ്ടനൂലിന്റെ കാശ് കൊടുത്തു, ചക്ക കടം പറഞ്ഞു. ഓഹ്, ഇത് പോയില്ലേ. നമുക്ക് തോന്നേണ്ട ഐഡിയ ചേച്ചി എടുത്ത് പൂശിയത്. ഇടറെ ചെലവും തുച്ഛം ഗുണവും മെച്ചം. ഈ ഹനുമാൻ ജ്വല്ലറിക്കാരെ കൊണ്ട് തുണിസഞ്ചി അടിപ്പിച്ച വകയില് മിനിമം 2000 ചേച്ചി അടിച്ചിട്ടുണ്ടാവും. ഒന്ന് പോടാ പറഞ്ഞു. ഈ തെങ്ങേറ്റക്കൻ ശശിയെ ഇങ്ങനെ ആദരിച്ചെന്റെ കുട്ടൻസാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എൻ്റെ ചേച്ചിയാണ് ആ സാഹചര്യത്തിൽ അയാളെ പൊന്നാട അണിപ്പിച്ചത്. ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട്, അത് തീർച്ച. നമുക്കിത് ഇതിന് ക്ഷീണം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും. നമുക്ക് ഈ തോൾസഞ്ചിയിൽ ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലടിച്ചാലോ? എന്താ പറയാ? അത് മതി. പൊങ്കാല മതി അല്ലേ? പൊങ്കാല മതി, ഉറപ്പിക്കാം. പൊങ്കാല. ഒരു നമ്പർ പോലും മാച്ച് ചെയ്യുന്നില്ല. അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ചൊരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റില്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനന്ത, ജൈവ കൃഷിക്ക് സോനന്ത, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനന്ത, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനന്ത. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ.
കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം അല്ല. കക്കൂസ് പോയിട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ഇങ്ങനെ ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ ഓ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ. എന്നിട്ട് ഞാൻ വെറും ഷൂ. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷേ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോഗക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി. ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയണം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ? ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. അയ്യോ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ള നിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ തോട്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇപ്പിട്ടിരിക്കുന്ന പാവാടുള്ള കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. എന്നാ അപ്പ കാണാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ടം വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ. അയ്യോ, അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പൊടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോട്ടെ എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുള ഉരുട്ടി വെക്കാം. നീ ഇല്ലേ നിക്കടിക്കുമ്പോ ആരെ കൂടെ കൊടുക്കുന്നുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതും പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തി, പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കേപ്പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ. പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കേ. സുനന്ദ 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 ഒടുക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കുക. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം. ഈ ലീഡർ കെ പി പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരുടെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്കുമാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ. നീ അധികം വളരണ്ട കേട്ടോ. പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി. ചേട്ടോ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് തരും, അത്യാവശ്യം. ഇതിനകത്തോ ഞാൻ കേറിയിട്ട് ഒരാഴ്ച നിർത്തണ്ട. വട്ടത്തി ചവിട്ടി നീളത്തി പോരും. വാ നേരെ പോരും സാർ. നേരെ നോക്കി ചവിട്ട് താഴെ വീഴും. ആ വീട്ടില് നറുതൽ സർവത്ത് സെറ്റ് ചെയ്ത്. എന്താ സുഖല്ലേ സാറേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു. കിതപ്പൊന്നുമില്ലല്ലോ. ബാ എന്തൊരു നേരെ വീട്ടിൽ ചവിട്ടി വിട്. കയറണേ, റോഡ് ബ്ലോക്കാവോ? നിങ്ങളുടെ സുനന്ദയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായി. ഇന്ന് CI ശിവന്റെ കൂടെ കൂടി 3 ലോഡ് എന്റെ പിടിച്ചു. കാശും കുറെ പോയി കിട്ടി. സുനന്ദയെ എന്തായാലും ഒന്ന് നോക്കണം. അതൊക്കെ വിളിക്കട്ടെ. എടാ നീ സുനന്ദേച്ചിനെ വെറുതെ വിട്ടേക്ക്. ഏറി വന്ന 2 മാസം. 2 മാസത്തിനുള്ള തനിയോ തിങ്കോളൂ. ഇത്തവണ ഇനി കാണും സീറ്റ്. ഉറപ്പല്ലേ?
ഞാൻ മെമ്പറായപ്പോ നീ മണലോ കടലോ എന്താന്ന് വെച്ചാ കടത്തിക്കോ കടത്തിക്കോ ഏത് സുന്ദര ചോദിക്കാമെന്ന് എനിക്കത് കാണണമല്ലോ. കാണണല്ലോ. ചോയ്ക്ക് ചോദിച്ചോ. ചോയ്ക്ക് പറയാ അനിയനെ ആ വന്നില്ല ചോദിച്ചോ. ശരി അണ്ണേ റൈറ്റ്. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് 3 ലോഡ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് എസ്കോട്ട് പോയച്ചും വരാം. വയ്ക്കോ. മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സുനന്ദ. ഒരു മുട്ടിന് ഒരു കൈസായം തന്നെ നീനാഘോഷിയെ പോലും ബ്ലോക്ക് ചെയ്ത്. നമുക്ക് അങ്ങോട്ട് തീർത്താലോ. ഞാൻ ഇത് തീർക്കുന്ന കാര്യം പറഞ്ഞു. അയ്യോടാ ഇറ്റ്സ് ഓക്കെ. സുനന്ദക്ക് എന്നോട് സ്നേഹമില്ലെന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും. എടാ എന്റെ കൂടെ പുറപ്പായിപ്പോലടാ. കാര്യത്തോട് എടുക്കുമ്പോൾ നിങ്ങൾ ചാണ്ടി ചിഹ്നത്തില്ലെന്ന് ഇവിടെ ആർക്കറിയാത്ത ട്രൈ അങ്ങ് ട്രൈ.